വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്. ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ചുരിദാറിൻ്റെ പേന്റ് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ചുരിദാർ സെറ്റ്. ഒരു ചുരിദാർ സെറ്റാണ്. അപ്പോൾ അതിൻ്റെ പേന്റ് ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് പാൻറ്റിൻ്റെ തുണി, ഷാള്, ടോപ്പ്. അപ്പം നമുക്ക് പാൻറ്റ് എങ്ങനെ വെട്ടുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് തയ്ക്കാൻ പോകുന്നത്. നല്ല ഷേപ്പിൽ നല്ല സ്ട്രെയിറ്റ് പാൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ 4 ആയിട്ടാണ് തുണി മടക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ 4 പീസായിട്ട് ഇങ്ങനെ മടക്കിയിടാം. എനിക്കൊരു 38 ഇഞ്ച് വണ്ണമുള്ള ഒരു പാൻറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 13 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ 12 ഇഞ്ച് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 13 ഇഞ്ച് ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേണം. കുറച്ചേരിയൻ്റെ അവിടെ തുണിയില്ല. ഞാൻ 13 ഇഞ്ച് ഒരു 13 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 13 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കാണ് പാൻറ്റിന് വെച്ച് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ച്. അപ്പോൾ ഞാൻ 3 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ച് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. എത്ര അറിയാത്തവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും മെഷീൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പാൻറ്റൊക്കെ തന്നെ തയ്ച്ചിടുകയാണെങ്കിൽ നമുക്ക് തയ്യൽക്കൂലിയൊക്കെ ഒരുപാടല്ലേ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാമല്ലോ. അപ്പോൾ 3 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം മാറ്റിയിട്ട് ആ വരച്ചതിൽ നിന്ന് താഴേക്കാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത്. അതിൻ്റെ ഇറക്കം എനിക്ക് ഈ പാൻറ്റിന് വേണ്ടത് 35 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 35 അടയാളപ്പെടുത്തേണ്ട താഴെ. കാണുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. കയറ്റി 35 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പടി വെച്ചിട്ടാണ് മടക്കി തയ്ക്കുന്നത്. അതുകൊണ്ടാണ് 35 കറക്റ്റ് എടുത്തത്. പടി വെക്കണമെങ്കിൽ പിന്നെ പടി എന്തോരം വീതിക്കാണ് വെക്കുന്നതനുസരിച്ച് അതിന് തുണിയും കൂടി കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാനൊരു 2 ഇഞ്ച് വീതി ഇങ്ങനെ വെച്ചിട്ടാണ് പടി തയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള തുണി വേറെ വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇറക്കവും കിട്ടി, വണ്ണവും കിട്ടി. അപ്പോൾ 35 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 35 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. 35 ഇഞ്ച് ഇറക്കം. അപ്പോൾ എനിക്ക് 36 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പോൾ തയ്യൽത്തുമ്പ് ഒരു 4 ഇഞ്ചും കൂടിയിട്ട് 36.4 ഇഞ്ച് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പടി വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പടി ഇല്ലെങ്കിൽ നമുക്ക് അതിനും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് വണ്ണവും കിട്ടി, ഇറക്കവും കിട്ടി. ഇനി വേണ്ടത് അതിൻ്റെ ക്രോച്ച് ഏരിയൻ്റെ ലെങ്ത്താണ്. അപ്പം ഞാനൊരു 13 ഇഞ്ച് തന്നെയാണ് ഇങ്ങോട്ടും താഴേക്കും എടുക്കുന്നത്. ഒരു 13 ഇഞ്ച്
ഇലാസ്റ്റിക് ഇട്ട് ഈ ഭാഗത്ത് നാട്ടോ 13 ഇഞ്ച് താഴേക്ക് എടുത്ത് 13 ഇഞ്ച് താഴേക്ക് എടുത്തിട്ടുണ്ട്. അതൊന്ന് വരച്ചു കൊടുക്കുക. ഇവിടേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ എടുക്കണം. എന്നിട്ട് അവിടെ ഇങ്ങനെ നല്ല കൈക്കുഴിയൊക്കെ പെടുത്തുന്ന പോലെ വേണ്ട, ഇങ്ങനെ ഒരു ഇതങ്ങ് വരച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിട്ട് കൊടുക്കുക. കുഴിച്ച് അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. അങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയൊരു പാൻറ്റാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ അടയാളപ്പെടുത്തിയതിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കാം. ഇത് 13 ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ 6.5 നമ്മൾ അടയാളപ്പെടുത്തി. അതൊന്ന് താഴേക്ക് നമുക്ക് അടയാളപ്പെടുത്താം. ഇതിൻ്റെ പകുതി 6.5 അടയാളപ്പെടുത്തി അത് നേരെ താഴേക്ക് നമ്മൾ ഒരു അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ 6.5 ആയത് കാരണം ഇവിടുന്ന് ഇങ്ങനെ 6.5 അടയാളപ്പെടുത്തിയാലും മതി. ഇവിടുന്ന് ഇങ്ങോട്ട് 6.5 സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ കാലുകൊണ്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ 6 ആണെങ്കിൽ 3, 7 ആണെങ്കിൽ 3.5. അപ്പോൾ നമുക്കൊരു 7 ഇവിടെ അടിഭാഗം വണ്ണം വേണം. അപ്പോൾ ഇവിടെ 3.5 ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടും 3.5 അടയാളപ്പെടുത്താം. മൊത്തത്തിൽ 7 ഇഞ്ച് അടിവശത്ത് 7 ഇഞ്ച് വണ്ണമുണ്ട്. നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് വരച്ചു കൊടുക്കാം. സ്കെയിലുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ വരയ്ക്കാം. എന്നിട്ട് ഈ ക്രോച്ച് ഏരിയൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് നമ്മൾ ഇതിലേക്ക് വരച്ചു കൊടുക്കുക. ഈ ഷേപ്പ് ഉള്ള സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വരച്ചാൽ നല്ലൊരു ഇത് കിട്ടും, ഷേപ്പായിട്ട്. ഇവിടെ അതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത് വേണ്ടാട്ടത് ഞാൻ ആദ്യം വരച്ച വരിക 36 ഇഞ്ച് ലെങ്ത് വേണ്ടുന്നുണ്ട്. താഴത്തെ വര ഇവിടെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാ വരച്ചതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ 4 ആയിട്ട് തുണി ഇങ്ങനെ മടക്കിയിടണം. എന്നിട്ട് അതിൻ്റെ വണ്ണം ഈ 38 ആയതുകൊണ്ട് 13 ഇഞ്ചാണ് ഞാൻ എടുത്തത്. തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 4 പീസ് നമ്മളിങ്ങനെ അടിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ 13 ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഒരു 3 ഇഞ്ച് താഴത്തേക്ക്, അതിൻ്റെ താഴത്ത് നിന്ന് വേണം നമ്മൾ ഇറക്കെടുക്കാൻ. ഇറക്കം ഒരു 36 ഇഞ്ച്. പിന്നെ നമ്മൾ ഈ ക്രോച്ച് ഏരിയ ഇതാണ് എടുക്കുന്നത്. ഇവിടെ നമ്മളൊരു 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടേക്ക് 2 ഇഞ്ച് കൂടുതലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. 2 ഇഞ്ച് കൂടുതൽ. എന്നിട്ട് ഒരു വര വരച്ചു കൊടുക്കുക. അവിടെ ഇവിടെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആദ്യം കുഴിച്ച് വേണ്ട, ഒരു ഷേപ്പ് വരയ്ക്കുക. അതിന് നമുക്ക് ഇവിടെ ഇങ്ങനെ പകുതി എടുക്കണമെന്നില്ലെങ്കിൽ ഇവിടെ എന്നാൽ
ഇതിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതിൻ്റെ പകുതി 6.5. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു 6.5 അടയാളപ്പെടുത്തി, ഇങ്ങോട്ടും ഒരു 6.5 അടയാളപ്പെടുത്തി. അതിനുശേഷം ഈ 6.5 നമുക്ക് കാലിൻ്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ ഒരു 7 ഇഞ്ച് വണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 3.5 നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 3.5 വരച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ ഇങ്ങോട്ടും 3 വരച്ചു കൊടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ഷേപ്പ് വരയ്ക്കുക, ഇങ്ങോട്ടും ഒരു ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല ഷേപ്പിൽ നല്ല സ്ട്രൈറ്റ് ബാൻഡ് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ വണ്ണമൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. കൂടുതൽ ഷേപ്പൊക്കെ എടുത്ത് വരയ്ക്കരുത്. അപ്പോൾ നമുക്ക് ഈ 4 പീസും നമുക്ക് അടിക്കാനുള്ളതാണ്. അപ്പോൾ കയ്യിൽ ആവശ്യത്തിന് വേണം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യാണ്. ഇത് നമുക്ക് അടിവശത്ത് മടക്കി വെച്ച് തയ്ക്കാനായിട്ടുള്ള പീസായിട്ട് എടുക്കാം. വരച്ചതിൻ്റെ ഇപ്പുറത്ത് കൂടി വെട്ടിയാൽ മതി. ഷേപ്പാക്കി വെട്ടണമെങ്കിൽ ഷേപ്പ് സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് വരച്ചിട്ട് ഷേപ്പാക്കി വെട്ടാം. ഇവിടെ വെട്ടിയാൽ മതി. ഇപ്പം മുകളിലേക്കുള്ള ഷേപ്പ് ഒന്നുമല്ല. അതിനായിട്ട് ഇത് പീസൊന്ന് വിടിയിച്ചെടുക്കാം. സ്ട്രൈറ്റ് ബാൻഡ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് വെട്ടാൻ പറ്റിയൊരു പാൻറ്റാണ്. അപ്പോൾ ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ തയ്ക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ ഇനി ഇതിന് താഴെ വയ്ക്കാനുള്ള പടി വെട്ടിയെടുക്കുക. അടിച്ചിട്ട് വരയ്ക്കും മുറിച്ച് കളഞ്ഞാൽ മതി. അപ്പം ഞാനിവിടെ പിടിച്ച് ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഒരു മടക്കും കൂടി അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് 2 ഇഞ്ച് ഇവിടെ വീതി കിട്ടും. 2 ഇഞ്ച് വീതി കിട്ടും. അപ്പം ഇത് എടുത്തത് 3 ഇഞ്ചാണ് എടുത്തത്. വീതി 2 ഇഞ്ച് കിട്ടും. താഴെ വശത്ത് വീതി 2 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇത് പടിയായി. ഇനി പോക്കറ്റ് അടിക്കുന്നുണ്ട്. പോക്കറ്റിനുള്ള തുണി വെട്ടിയെടുക്കാം. ഒരു 15 മിനിറ്റ് നീളത്തിന് ഇവിടെ അടിക്കുമ്പോൾ മടങ്ങി വരും. അതുകൊണ്ടാണ് അത്ര എടുക്കുന്നത്. ഇലാസ്റ്റിക് വയ്ക്കുന്ന ഭാഗം അടിക്കുമ്പോൾ ഇങ്ങനെ മടങ്ങി വരും. അപ്പോൾ ഒരു 15 ഇഞ്ച് നമുക്ക് കീശയ്ക്ക് ഇങ്ങനെ 8 ഇഞ്ച് വീതി മടക്കി അടിക്കാനുള്ള സൈഡ് 8 ഇഞ്ച് വീതി എന്നിട്ടിങ്ങനെ ചരിച്ച് അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു ഷേപ്പിലിങ്ങനെ ഞാൻ വേറൊരു രീതിയിലാണ് കീശ വയ്ക്കുന്നത്. സാധാരണ എല്ലാവരും വയ്ക്കുന്ന പോലത്തെ അല്ല.
ഇത് സിമ്പിളായിട്ട് കീശ വയ്ക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ 2 പീസ് കീശയ്ക്ക് തുണി കിട്ടും. അപ്പോൾ അതിനെ നമ്മളിത് കീശ വെച്ചിട്ട് നമ്മൾ സൈഡ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം. അടിക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇട്ട് തരും. അപ്പോൾ ഇതിപ്പോൾ വെട്ടുന്ന വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ സിമ്പിളായിട്ട് പാൻറ് എങ്ങനെ വെട്ടുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് തയ്ച്ച് നോക്കണം. വളരെ ഈസി ആയിട്ട് ഏതറിയാത്തവർക്കും തയ്ക്കാൻ പറ്റിയ അടിപൊളി സ്ട്രെയിറ്റ് പാൻ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.